ചേട്ടാ, ചേട്ടനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നടവതിൽ ഇങ്ങനെ ചെരുപ്പ് ഊരിയിടരുതെന്ന്. എടി അതിനിപ്പോ എന്തുവാ, വീടിനുള്ളിലോട്ട് കയറുമ്പോ പിന്നെ ഷൂ ഊരി നടപാതിലല്ലാതെ പിന്നെ തല വെച്ച് നടക്കാൻ പറ്റുമോ? എന്തു അടി ഇത്? എന്ത് പറ്റി ചേട്ടാ? എത്ര നേരമായിട്ട് ഞാൻ നോക്കിയിരിക്കോ? ദേ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്നുറങ്ങുവേ. ചേട്ടാ, എല്ലാരും കഴിച്ച പാത്രവും ആഹാരം വെച്ച പാത്രവും എല്ലാം കഴുകി വെച്ചിട്ട് വേണ്ടേ ഞാൻ വരാന്? പിന്നെ കിച്ചൺ ഒന്ന് തൂത്തിടണ്ടേ? പിന്നെ അതിപ്പോ തന്നെ അങ്ങോട്ട് കഴുകി വെക്കണോ? നിനക്ക് നാളെ രാവിലെ കഴുകി വെച്ചാൽ പോരായിരുന്നു? അയ്യോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ കഴിച്ച എച്ചിൽ പാത്രങ്ങൾ കഴുകി വെക്കാതെ കിടന്നാലേ ആ വീട്ടിൽ ദാരിദ്ര്യം ഒരിക്കലും വിട്ടുമാറത്തില്ല. തന്നെയുമല്ല, ഐശ്വര്യം ഉണ്ടാവുകയില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മക്കറിയില്ലേ. ആ, എന്റെ വീട്ടിൽ ദാരിദ്ര്യം വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഓ ശരി ശരി, ബാ, സമയം ഒരുപാടായി, കിടക്കാൻ നോക്ക്. ഇപ്പൊ വരാമേ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. അയ്യോ, ഈ കണ്ണാടി പൊട്ടിയതാണല്ലോ ചേട്ടാ, ഇതൊന്ന് മാറ്റിയിട്ട് തരണേ. ആ എടി, ഞാൻ കണ്ടായിരുന്നടി. ഓ അത് കുഴപ്പമൊന്നുമില്ല, ശാലം പൊട്ടിയെന്നേ ഉള്ളൂ, അത് വീണ് പോകത്തൊന്നുമില്ല. അതവിടെ ഇരിക്കട്ടെ. അയ്യോ, അതെങ്ങനെ നോക്കുന്നേ? എനിക്ക് ഒരുങ്ങണ്ടേ? അതിനിപ്പോ എന്തുവാ, കുറച്ച് പൊട്ടിയെന്നല്ലേ ഉള്ളൂ, അതിൽ നോക്കി ഒരുങ്ങണം. എന്റെ ചേട്ടാ, പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെക്കുന്നത് തന്നെ ഒരു അശുഭ ലക്ഷണമാണ്. പിന്നെയാണോ ആദ്യം നോക്കി ഒരുങ്ങുന്നത്? എന്റെ എടി, പൊട്ടിയ കണ്ണാടിയെ തൂക്കുകയും തുളയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൈ മുറിയും. അതിന് പറയുന്നതാ ഇത് വീട്ടിൽ വെക്കുന്നത് ദോഷമാണെന്നും അശുഭലക്ഷണമാണെന്നും ഒക്കെ. ആയിക്കോട്ടെ, കൈ മുറിയുമല്ലോ, അതൊരു ദോഷമല്ലേ? ഇതൊക്കെ പുതിയ തലമുറ പറയുന്നതാ. പിന്നെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ചേട്ടാ, മാറുന്നോണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ലല്ലോ. ഇനി മാറാതിരുന്നിട്ട് എന്തെങ്കിലും വന്നാലോ? ഓ ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ മാറിയേക്കാം. ഇനി അതുകൊണ്ട് ഇനി ഒന്നും സംഭവിക്കണ്ട. ഗുഡ് ബോയ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ചേട്ടാ, ചേട്ടനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നടവതിൽ ഇങ്ങനെ ചെരുപ്പ് ഊരിയിടരുതെന്ന്. എടി അതിനിപ്പോ എന്തുവാ, വീടിനുള്ളിലോട്ട് കയറുമ്പോ പിന്നെ ഷൂ ഊരി നടപാതിലല്ലാതെ പിന്നെ തല വെച്ച് നടക്കാൻ പറ്റുമോ? തലേ വെച്ചോണ്ട് നടക്കാനല്ല, ഇവിടെ ഷൂറാക്ക് പണിത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് വെക്കാനാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ദാരിദ്ര്യ അസുഖമൊന്നും വരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എടി ഇതൊക്കെ നിന്റെ അന്ധവിശ്വാസമാണ്. പിന്നെ ഷൂ അങ്ങോട്ടിരുന്നാലോണ്ട് ഞങ്ങൾ ദാരിദ്ര്യം അങ്ങ് കയറി വരുവാ. ആയിക്കോട്ടെ, അതെന്റെ അന്ധവിശ്വാസമായിരിക്കും. പക്ഷേ വാതുക്കൽ ഇങ്ങനെ വാരി വലിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല, അത് വൃത്തികേടുമായിരിക്കും. തന്നെയുമല്ല, പാമ്പ് കയറിയിരിക്കും. ഓ പിന്നെ ഇനി പാമ്പിനെ അത് നോക്കിയിരിക്കുമില്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഇല്ലല്ലോ. വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ അവനവന് നല്ലതായിരിക്കും, ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. എന്തുവാടി ഈ ബെഡ് ഒന്ന് നന്നായിട്ട് വിരിച്ചിടാതെ ഇട്ടേക്കുന്നത്? എല്ലാം നലന്ന് പറഞ്ഞ് കിടക്കുക. ഇതുകൊണ്ട് ഇത് കീറിയതാണല്ലോ. ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ കീറി വിരിക്കരുത് പറഞ്ഞിട്ടില്ലയോ? അതിനിപ്പോ എന്താ ചേട്ടാ, കയ്യിലൊന്നും അല്ലല്ലോ ഇത് പുറത്തിറങ്ങുമ്പോ ആരെങ്കിലും കാണാന്. ഇതിപ്പോ നമ്മുടെ ബെഡ്റൂം അല്ലേ, ഇവിടെ ആര് കയറി വരാനാ? എടി അതുകൊണ്ടല്ല, ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ. ഇവിടെ ഇങ്ങനെ ബെഡിൽ കീറിയ ബെഡ്ഷീറ്റ് മുഷിഞ്ഞ ബെഡ്ഷീറ്റ് ഒന്നും എടുത്തിട്ട് വിരിക്കരുത്. തന്നെയുമല്ല, നമ്മൾ ഉപയോഗിച്ച മുഷിഞ്ഞ തുണികളൊന്നും കട്ടിലൊന്നും വാരി വലിച്ചിടരുത്. അവിടെ എവിടെയും കൂട്ടി വെക്കരുത്. ബെഡ്റൂം എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കണം. അതാ ബെഡ്റൂം തന്നെ ഇതുപോലെ നീറ്റായിട്ട് വിരിച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എന്ത് ഭംഗിയാണ്. അവിടെയാണ് ഐശ്വര്യം ഉള്ളത്.